ഹായ്, ടോപ്പ് 10 റിവ്യൂ ചാനൽ ബിഗ് ബോസ് ടോക്കിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്കിപ്പോൾ റിലേറ്റ് ചെയ്തിരുന്നത് എവിക്ഷനാണ്. ബിഗ് ബോസിലെ 96-ാം ദിവസത്തെ എവിക്ഷൻ. അതായത് ഇന്നുള്ള ഒരാൾ എവിക്റ്റായി പോയിരിക്കും. നമ്മൾ മുമ്പ് വിചാരിച്ച പോലെ തന്നെ ശ്രീതുവാണ് ഔട്ടായി പോയത്. ബിഗ് ബോസ് എന്ന ഒരു ജേണി ശ്രീതു എന്ന വ്യക്തിക്ക് ഒരുപാട് സമയം അധികമായി പോയിരുന്നത് നമുക്ക് വേറെ ഒരു ഗെയിമെന്ന് പറയുമ്പോൾ നമുക്ക് സേഫ് ഗെയിം ഒട്ടും കളിക്കാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് അതിജീവിതം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുക എന്നത് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് മാത്രം പറ്റാവുന്ന ഒരു ജേണിയാണ്. അത് അതിൻ്റെ എലമെൻറ്റ്സ് അനുഭവിക്കുമ്പോഴാണ്, അതിൻ്റേതായ ഒരു ഫോക്കസിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അർത്ഥങ്ങൾ മാറുക, നമ്മുടെ ജീവിതത്തിലെ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് പോലും ഒരു വില കൽപ്പിക്കുന്ന ഒരു നിശ്ചിതമാണ്. അപ്പോൾ അർജുനുമായുള്ളൊരു കോംബോ ആണ്. അപ്പോൾ കോംബോ ഒരിക്കലും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കില്ല. ഒരു സീസണിലും കോംബോ ഉണ്ടാവാൻ പാടില്ല. അതായത് ബന്ധങ്ങൾ കൂടുമ്പോൾ ബിഗ് ബോസ് എന്ന ഗെയിമിൻ്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ്. അതായത് അവിടെ ഒരു ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പല കാര്യങ്ങളിലും ബിഗ് ബോസിൻ്റെ താളം തെറ്റും. അപ്പോൾ പല ഇൻട്രൊഡക്ഷൻ പോലും അതിൻ്റെ ഒരാളുമായി നമ്മൾ ഒരു സംസാരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ആ ഒരു ഗെയിമിൻ്റെ ഗതികൾ മാറി നമ്മൾ വിചാരിച്ച ആ ഫോക്കസിലേക്ക് എത്തില്ല. മറ്റൊരു തരത്തിലേക്ക് ആ ഗെയിം മാറുന്നത് കാണാം. വിജയിക്കേണ്ടത് ആരോ അവരെ പിടിച്ചു നിർത്താതെ സേഫ് ഗെയിമിനെ ഒരിക്കലും പിടിച്ചു നിർത്താനാവില്ല. നാം പറഞ്ഞില്ലേ, നമ്മൾ പ്രവചനിതമായ സീസണാണ് ബിഗ് ബോസ് സീസൺ 6. ഇത് മറ്റു സീസണിലേക്കാളും മികച്ച ഒരു കണ്ടസ്റ്റൻസ് ആയിരിക്കണം. അതായത് ഈ 25 പേരും കണ്ടസ്റ്റൻസാണ്. പക്ഷെ ഇവരുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഇവരുടെ ഓരോ മെലോ ഡ്രാമയും ഒരു ഗെയിം സ്ട്രാറ്റജിക്ക് വേണ്ടിയാണ്, ഒരു ബിഗ് ബോസ് എന്ന അതിജീവനത്തിന് വേണ്ടിയുള്ള മാത്രം ഉള്ളൊരു ഗെയിം മാത്രമായിരിക്കും. അല്ലാതെ അതൊരു അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയല്ലെന്നത് വ്യക്തമായ ബോധമുണ്ട്. കാരണം ചിലർ അത് സിബിൻ എന്ന കണ്ടസ്റ്റൻസൊക്കെ അത് വളരെ സീരിയസ് ആയി എടുത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അഖിൽമാരാർ പറയുന്ന പല കാര്യങ്ങൾ, അഖിൽമാരാർ പറയുന്നതിൽ ശരീരത്തിൽ ചില വ്യക്തത കുറവുണ്ട്. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന മിക്ക കാര്യങ്ങൾക്കും ബിഗ് ബോസിനെതിരാണ്. അപ്പം അതുപോലുള്ളൊരു കാര്യങ്ങളിലേക്ക് നമ്മളൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് വളരെ ഫേക്ക് എന്ന് പറയേണ്ടി വരും. അതായത് സ്വന്തം വിജയത്തെ പോലും നമ്മളത് വിജയമാണെന്ന് കരുതാതെ ആ വിജയത്തെ അടിച്ചമർത്തുമ്പോൾ തന്നെ വീഴ്ത്താനുള്ള മാരക കുഴിക്കുകയാണെന്നുള്ള ഒരു വിചാരം പോലും അഖിൽമാരാറും സിബിനുമില്ലാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വയം എടുത്തൊരു കുഴിയിലെടുത്ത് ചാടുമ്പോൾ ഗബ്രി ഈ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ അവസ്ഥയിലേക്ക് എത്തിത്തരും. താൻ തന്നെ കുഴിയിൽ വീണ് താൻ തന്നെ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടി വരും. അതിന് താൻ ശ്രമിക്കുക മാത്രമേ ചെയ്യൂ. ആ കുഴിയിൽ നിന്ന് താൻ വരുന്നതിനനുസരിച്ച് ആ മണ്ണ് ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന് പറയുമ്പോൾ അതായത് ഈ അവസാന 3 ഡേയ്സാണ്. ഇനി ബിഗ് ബോസിലേക്ക് ഇനി 16-17 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫൈനൽ നടക്കാൻ പോവാണ്. അതായത് ഒരു ഗ്രാൻഡ് ഫിനാലെയാണ് ബിഗ് ബോസ് നടത്താൻ പോകുന്നത്. അതിന് മാത്രമേ ഇനി മോഹൻലാൽ ഹോസ്റ്റായി അവിടെ വരാൻ പോകുന്നു. ഇതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഏത് വ്യക്തിക്കും ഇത് അച്ചീവ്മെൻറ്റ്സാണ്. അതായത് ഇതുപോലുള്ളൊരു ഷോക്ക്
ഇതുപോലത്തുള്ള ഒരു റിയാലിറ്റിക്ക് മറ്റൊരു അവസരം, മറ്റൊരു വേദി എവിടെയും കേട്ടില്ല. അത് ഏഷ്യാനെറ്റ് കൊടുത്ത ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളും വിമർശനങ്ങളും ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലും സംഭവിക്കുന്നതാണ്. നമ്മുടെ ഫാമിലിയിലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഓരോ എക്സ്പ്രഷനാണ് നമ്മൾ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടേതായ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇതൊരു വ്യക്തതയാണ്. നമ്മളെ തന്നെ നമുക്കൊരു വ്യക്തത കുറവ് ഏത് ഹ്യൂമൻ ബീയിനുണ്ട്. അത് എനിക്കുമുണ്ട്. എനിക്ക് തിരിച്ചറിയാൻ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ബാക്ക് ദ സ്ക്രീൻ, അതായത് എനിക്കൊരു സ്ക്രീൻ ഉണ്ടെങ്കിലേ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള മെച്യൂരിറ്റി, അതായത് എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്നത്. ഇപ്പോൾ ജാസ്മിനൊക്കെ താൻ എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. ജിറ്റോ ഒരു പെർഫെക്റ്റാണ്. അതായത് അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അദ്ദേഹം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ വിലയും നിലയും മനസ്സിലാക്കി അയാൾ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തുള്ളുന്ന എല്ലാ വ്യക്തികളും, എല്ലാ ഹ്യൂമനും അതിൻ്റെ ഭാഗമാകും. അപ്പോൾ ഈ സീസണിലെ എല്ലാത്തിനും, ഏത് സീസൺ എടുത്താലും ഒരു അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അതായത് താഴിലേക്കും മുകളിലേക്കുമായിട്ടും ഒരുപാട് താഴ്ചകളും ഉയർച്ചകളും ഉണ്ടാകും. ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത്. നമ്മൊരു ഗെയിമിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആ ഗെയിമിൽ നമ്മൾ ഫൈനൽ മത്സരം കപ്പടിക്കുക എന്ന് മാത്രമാണ്. അവിടെ നമുക്ക് വരുന്ന താഴ്ചകളും വീഴ്ചകളും പുറകോട്ടേക്ക് നോക്കാൻ നിന്നാൽ ആ വ്യക്തിക്ക് പിന്നെ അതിന് മാത്രമേ സമയമുണ്ടാവൂ. കാരണം നമ്മൾ പുറകിലോട്ടേക്ക് ഒരിക്കലും നോക്കരുതെന്ന് ലാലേട്ടൻ തന്നെ പറയാറുണ്ട്. നമ്മളുടെ വരുന്ന വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ പുറകിലേക്ക് നമുക്ക് തിരിക്കാൻ നമുക്ക് റിവേഴ്സിങ് മെറ്റീരിയൽ അല്ല നമ്മൾ. അപ്പോൾ ആ ഒരു ഇതും കൂടി നമ്മൾ നോക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ അത് വലിയ വിവാദമാകുമ്പോൾ അത് താനേ അങ്ങ് ഇല്ലാതായിക്കോളും. വിവാദങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു കുമിളൻ ആയുസ്സാണ്. ആ ആയുസ്സിൻ്റെ വലിപ്പത്തിൽ മാത്രമേ നമ്മൾ കോൺട്രവേഴ്സി എടുക്കാവൂ. നമ്മുടെ കോണ്ടൻ്റ് എന്ന് പറയുന്നത് നിലപാടുകളും നിലവാരങ്ങളും ഒക്കെ ഉള്ള ഒരു ബിഗ് കോണ്ടൻ്റ്. അത് ഒരു ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്ന റിയൽ ലൈഫിനെ മെച്ചപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് അവിടെ എന്ത് അനീതി നടക്കുന്നുണ്ടെങ്കിലും അത് മെഡിക്കൽ എത്തിക്സിന് എതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ വരുന്നുണ്ട്. പക്ഷെ മെഡിക്കലായിട്ട് എന്താണ് അവിടെ കാണിക്കുന്നത്? സിബിൻ എന്ന വ്യക്തി അവിടെ കാണിച്ച ആന മണ്ടത്തരം കാരണമാണ് സിബിൻ പുറത്തായത്. സിബിൻ പച്ചക്ക് പറഞ്ഞിരുന്നു, ഞാൻ ഈ ബിഗ് ബോസ് പൊളിച്ചടക്കി പുറത്തേക്ക് പോകുന്നു. സിബിന് തന്നെ ബോധമില്ലേ താൻ രോഗമാണ്, തനിക്ക് എന്തൊക്കെയോ ആണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് സിബിൻ പുറത്തു പോയത്. സിബിൻ എന്തായിരുന്നു എന്ന് നമുക്കറിയാം, ഒരു DJ ആയിരുന്നു. പക്ഷെ ആ ഒരു സ്വന്തം നിലപാടുകളെ, സ്വന്തം വ്യക്തിത്വത്തെ വലിച്ചെറിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് പോയത്. തൻ്റെ ജീവിതം അവിടെ ബിഗ് ബോസിൽ തന്നെ കിടക്കുകയാണ്. തിരിച്ച് വരണമായിരുന്നു. ബിഗ് ബോസ് വിളിച്ചാൽ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വന്ന് അതിനെ നമ്മൾ ആ പഴയ ഓർമ്മകളെ പുതുക്കി നല്ലതായി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാലേ ഇനി സിബിന് തിരിച്ച് അറിവുണ്ടാവും. പിന്നെ നിങ്ങളുടെ അതായത് ആര്യ എന്ന് പറയുന്ന ഒരു ഫേക്കാണ്. അതായത് ആര്യയുടെ കൂടെ നിന്ന് നിങ്ങൾ പറയുന്ന മൊത്തം പ്രേക്ഷകർ വിശ്വസിക്കുക. ഒരു ഫേക്ക്നെസ് ഉണ്ടാക്കി ഇറങ്ങിപ്പോയ പെൺകുട്ടിയാണത്. അതായത് ബിഗ് ബോസിന് ഒരു ഫേക്ക് ഫെയിം കൊടുത്ത് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. അത്തരത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പ്രേക്ഷകർ ആരും അതിനെ ചെവി കൊടുക്കില്ല. കാരണം അത്തരത്തിലുള്ള കോണ്ടന്റ് നിലവാരം ഇല്ല. ആര്യക്ക് എന്നും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒട്ടും ഒരു അപ്ഡേറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയല്ല അവരൊക്കെ.
നല്ല നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ളവരെ പോലും കളിയാക്കുന്ന ഒരു ഫേക്ക്നെസ് അവർക്കുണ്ട്. അപ്പോൾ ആ ഫേക്ക്നെസ് മനസ്സിൽ തന്നെ ഉള്ള താൻ ആരാണെന്ന് താൻ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്ത് മറ്റുള്ളവരെ നേരെ ഇത് വലിയ കോർപ്പറേറ്റ് വലിയ 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 വൻ ഫീൽഡാണ്. അതായത് ഇതൊക്കെ നടക്കുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ വർക്കുകൾ ചെയ്യുമ്പോൾ തന്നെ പല പല അബദ്ധങ്ങളും പരിഹാസങ്ങളും നമ്മൾ കേട്ട് വരും. അപ്പോൾ നമ്മളെല്ലാം ഒരു എഗ്രിമെൻ്റ് വഴിയാണ്, അതായത് എല്ലാം നമ്മൾ സേഫാക്കി നമ്മൾ എഗ്രിമെൻ്റ് ഇട്ട് അതിലേക്ക് കയറുന്നതാണ്. നമ്മൾ അതിനെയാണ് റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി കൂടുതലാക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ ബിഗ് ബോസ് എന്ന ഒരു ഫിനാലയിൽ നിങ്ങൾ എത്തും. 100 ദിവസം തികയ്ക്കുക എന്നത് ഒരു മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. വിജയമല്ല, പരാജയത്തെക്കാൾ വിജയത്തിലല്ല ആ വിജയത്തിലേക്ക് കടന്നു പോവുക എന്ന ഒരു ധാർമ്മികത്വവും ഉണ്ടാകും. ബിഗ് ബോസ് എന്നത് ഇത്തിരിയുള്ള ഒരു റോളല്ല, വലിയൊരു റോളാണ്. അങ്ങനെയുള്ളൊരു ഷോയിലേക്ക് ആരും ഒരു കോർണർ വിഭാഗക്കാർ എത്തിപ്പെടണമെന്നാണ് പറഞ്ഞത്. ഇനിയും കോർണേഴ്സിന് ഈ ഷോയിലേക്ക് വരണം. നിരവധി കോർണേഴ്സിന് ഇതിലേക്ക് എത്തിക്കണം. നമുക്ക് നമ്മുടെ അവസരങ്ങളെ, നമ്മുടെ ലൈഫിനെ എങ്ങനെ ഒരു ജേണിയിലെത്തിക്കാം, അവിടെ നമുക്ക് സേഫ് ഗെയിം കളിക്കാതെ നമ്മുടേതായ അറിയാവുന്ന ഗെയിമുകൾ കളിച്ച് പരാജയത്തിനെയും നമ്മൾ വിജയമാക്കി അതിലേക്ക് വലിയൊരു നിമിത്തമാകുന്ന ഒരു വലിയൊരു ഫീൽഡാണ് എന്നാണ് നമുക്കറിയാം. പല 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 ഓപ്ഷൻസാണ് ലൈഫിൽ അതിൽ കിട്ടാൻ പോകുന്നത്. പല പല ഓപ്പർച്യൂണിറ്റി നമുക്കതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നിലവാരം കുറഞ്ഞൊരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത് ലക്ക് എന്നൊക്കെ പറയും. നമുക്ക് നമ്മൾ മാത്രം മനുഷ്യനെന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്സിന് അവനവൻ്റെ ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ കഴിയാത്ത പലരുമുണ്ട്. നമ്മളും അതിൽപ്പെട്ട ഒരു വ്യക്തി. എല്ലാവരും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ വളരെ നമ്മൾ ഒരു മത്സരാർത്ഥി ജയിക്കുമ്പോൾ അയാളൊരു ജെന്യുവിനിറ്റി ക്വാളിറ്റി നമ്മൾ നോക്കും. അയാൾ എക്സ്ട്രീം ലെവലിൽ കളിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതൊരു വിഷ്വൽ ട്രീറ്റാണ്. അതായത് ഷോ എന്ന് പറയുന്നത് ജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഷോ ആണ്. അവർ പോളിംഗ് നിന്ന് വോട്ട് ചെയ്യുന്ന ഓരോ കണ്ടൻറ്റും നമ്മൾ എന്ത് സാധനയും ഒരു ഷോയിൽ എന്ത് സാധനയും ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ഡ്രോപ്പിൽ നിന്ന് പരിമിതമായ ഡ്രോപ്പുകളെ നമ്മൾ എടുത്ത് വാരിയെടുക്കാവും. അല്ലാതെ ഡ്രോപ്പ് ചെയ്ത എല്ലാ സാധനങ്ങളും ഫുൾ ഡ്രോപ്പും അതിൽ നിരത്തി വയ്ക്കില്ല. അതായത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം റിയാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെയും അതിൻ്റെ അപ്പുറവുമാണ്. വിജയം ഒരാൾക്ക് മാത്രമാണ്. അപ്പോൾ ആ വിജയത്തിലേക്ക് എത്താൻ പരാജയവും ഒരു കാരണവുമാകും. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പരാജയപ്പെട്ടവന് വിജയത്തിലെത്തിയ ചരിത്രങ്ങളും അറിയാവുന്നവന് മാത്രമല്ല അറിയാത്തവൻ്റെയും വിജയം കൂടി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്നത് നമ്മൾ വേൾഡ് വൈഡ് ഇന്ന് നടക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും അതൊരു അപ്രീഷിയേഷനുമാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ നേട്ടങ്ങളുണ്ടാക്കിയ ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ലോകത്ത് മൊത്തം നമ്മൾ ഇതിനപ്പുറം നമ്മൾ കളി കണ്ടതാണ്. അപ്പോൾ വിസ്മയത്തിൻ്റെ ഒരു വൻ ഹൈപ്പ് തന്നെയുണ്ട്. അപ്പോൾ ആ വിസ്മയങ്ങളാണ് നമ്മളെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ബിഗ് ബോസ് എന്നത് നമുക്കെപ്പം മറക്കാൻ പറ്റാത്ത ഒരു ഷോ തന്നെ. അതുപോലെ ഒരു മാറ്റങ്ങൾ ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ കൊണ്ട് ഒരു കലവറയായി മാറട്ടെ ബിഗ് ബോസ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഈ ഫിനാലയിലും നമ്മുടെ അവസാനത്തെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ആ വിന്നർ കപ്പടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളും
ആശംസകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യുകയാണ്.